ഹലോ ഗായ്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് അനദർ വീഡിയോ. ഗൈസ്, സർവൈവൽ സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസിൻ്റെ തലൻ്റെ മേലെ എന്തെങ്കിലും കാണുന്നുണ്ടോ? അപ്പോൾ ഗൈസ്, ഞാനൊരു പുതിയ ടെക്സ്ചർ പാക്ക് കൂടി ഇട്ടു. ടെക്സ്ചർ പാക്കിനെ തോന്നണു, കാരണം മൊത്തം മാറിയും ഇതടക്കം മാറിയും. ഇവിടെ എന്തൊക്കെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അങ്ങനെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഹെൽത്തും കാണുന്നുണ്ട്. വില്ലേജേഴ്സിൻ്റെ ഹെൽത്ത് കാണാൻ പറ്റൂല, പക്ഷേ ഡൈറ്റിൻ്റെയും കാണാൻ പറ്റൂല. മോബ്സിൻ്റെയും ഹോസ്റ്റൽ മോബ്സിൻ്റെ ഒക്കെ ഹെൽത്ത് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഓഫ്ലൈനായിട്ട് തോന്നുന്നത് ഇവിടെ മൊത്തം വില്ലേജേഴ്സിനെ കൊടുത്ത് തൊറ്റെത്തിച്ചു. ഇവിടെ 1 2 3 4 വില്ലേജസിൻ്റെ സ്പേസ് കൂടി ഉണ്ട്. അപ്പോൾ ഗൈസ്, അതുകൂടി സെറ്റാക്കണം. പിന്നെ അതൊക്കെ ഇവിടെ പിന്നെ ഞാൻ അധികമൊന്നും വലിയതായില്ല, പക്ഷെ ഒരു തൊപ്പിച്ചാൽ തന്നെ ഒരുപാട് ടൈം എടുത്തു. പിന്നെ ഞാൻ എല്ലാത്തിനെയും അൺലോക്ക് ചെയ്തു. ഇത് വെപ്പണെല്ലാം കുറേ എണ്ണം തരുന്നുണ്ട്. ഇവരെല്ലാവരും തരുന്നുണ്ട്. വെപ്പൺസൊക്കെ ഓൾമോസ്റ്റ് എല്ലാം സെറ്റായി. പെട്ടെന്താ പ്രശ്നം എന്നറിയോ? ആർമറാണ് പ്രശ്നം. ആർമർ, ബൂട്ട്, ലെഗിങ്സ്, ചെസ്റ്റ് പ്ലേറ്റ് കിട്ടി, ഹെൽമെറ്റ് കിട്ടിയില്ല. ഹെൽമെറ്റ് ആരും തരില്ല. ഞാൻ എൻ്റെ അടുത്തിലായാണ് എല്ലാതും കഴിഞ്ഞ് ഞാൻ ഒരുപാട് നേരം ഗ്രൈൻഡ് ചെയ്തിട്ടാണ് അത്ര ഒപ്പിച്ചത്. ഒക്കെ കഴിഞ്ഞു. ഒരാളും എന്ത് ചെയ്യുന്നില്ല. ഇവനെയും കൂടി നോക്കണം. ഇവന് തന്നിട്ടുള്ള ഈ ഇതാണ് പാടെ അൺലോക്ക് ചെയ്ത് നോക്കണം. ഒരാൾ തന്നിട്ടുള്ള കുടുങ്ങി. ഇത്ര തന്നെ. പിന്നെ ഈ ഇതിൻ്റെ സീഡ് ഈ വേൾഡിൻ്റെ സീഡ് ഞാൻ ഈ എപ്പിസോഡിൽ കൊടുക്കും. ഓക്കെ, ഇവിടെ ഈ ഇതിലെവിടെ വേണ്ടിയിട്ടൊക്കെ ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഞാൻ ഇതിലോട് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒപ്പം കളിക്കാൻ ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ, എൻ്റെ ഒപ്പം പോകുന്നുണ്ടെങ്കിൽ വലിയ ഉപകാരമാവും. പിന്നെ എന്താ വെച്ചാൽ പിന്നെ ഇതുണ്ടോ, ഇവിടെ കളർ മാറിയിട്ടുണ്ടോ? ഇതെന്താ സംഭവം അറിയാം? സ്പ്രൂസിൻ്റെ ലോക്കും പിന്നെ നമ്മൾ ഗെയിമുക്ക് പുതിയതായിട്ട് ഇതൊരു കൊടുക്കുന്നുണ്ട്. കുറേ ദിവസമായി കൊടുത്തിട്ട്, പക്ഷേ ചെവെല്ലാം കിട്ടിയിട്ടൊന്നും ഉണ്ടായില്ല. നമ്മൾ കാണുന്നത് ആ സംഭവം കിട്ടിയില്ല. ആ ട്രെയിൻ രണ്ട് ട്രെയിൻ കൂടി നമുക്ക് മറ്റേ ആ വാൻഡ് ട്രേഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിരുന്നു. അപ്പോൾ നമുക്ക് കാണാറുണ്ട് സ്പ്രൂസ്. എന്നിട്ട് അത് കുറച്ച് ഫാം ചെയ്തു. അതൊക്കെ ഇപ്പോൾ പരിപാടി ഗ്രൈൻഡ് വർക്കിൻ്റെ ഇടയിൽ വന്നതാണ്. പിന്നെ മാത്രമല്ല, നമ്മളെ ഇതുണ്ട് ഈ ലോക്കും പിന്നെ ഇതും ഈ സാധനം. പിന്നെ നമ്മളെ അയൺ ഫാം കുറച്ചുകൂടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിങ്ങനെ പുറത്തൊന്നും കാണാനുണ്ടാവില്ല. ഉള്ളിൽ ഈ തീ മാറ്റിയാണ്ട് സോൾ സാൻഡ് ആക്കിയാണ്. പിന്നെ മാത്രമല്ല, ഈ 30 വില്ലേജസ് ഉള്ളത് 48 വില്ലേജസ് ആയിരുന്നു. ഇപ്പോൾ ഇതിൽ 4 അയൻകുളം സ്പോൺ ഔട്ടാണ്. അതെങ്ങനെ 48 വെച്ച് കിട്ടിയത് ചോദിച്ചാൽ, നമ്മളെ ഇതില്ലേ ട്രേഡ് ഹാളില്ലേ, അവിടെ 4 അയൻകുളം സ്പോൺ ആവുന്നുണ്ട്. ഇപ്പോൾ ഇതുവരെ സ്പോൺ ആയിരുന്നു. ഇപ്പോൾ എന്താ സ്പോൺ ആകാത്ത അറിയില്ല. ചിലപ്പോൾ അവിടെ അധികം നേരം നിൽക്കാത്തോണ്ടായിരുന്നു. അവിടെ 4 ആൾ സ്പോൺ ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടുത്തെ വില്ലേജസിനൊക്കെ എണ്ണി നോക്കിയപ്പോൾ അവിടെ 4 ആൾക്കാരുണ്ട്. 4 വില്ലേജസ് ഉണ്ട്. 4 ആൾക്കാർ, 4 അയൻകുളം കേട്ടോ. അവിടെ വില്ലേജസ് എത്ര ഉണ്ട് നോക്കിയപ്പോൾ 48 വില്ലേജസ് ഉണ്ട്. അപ്പോൾ 48 വില്ലേജസ് ഉണ്ടെങ്കിൽ 4 അയൻകുളം സ്പോൺ ആവും. നല്ല റൂട്ടല്ലേ ഇത്. അതുകൊണ്ട് ഞാൻ അവിടെ 4 അയൻകുളം സ്പോൺ ആവാൻ വേണ്ടി ഇതാക്കിയിരുന്നു. വില്ലേജസിൻ്റെ എണ്ണം കൂട്ടിയിരുന്നു. ഇതൊക്കെയാണ് ഞാനിപ്പോൾ ഓഫ്ലൈനായിട്ട് ഗ്രൈൻഡ് ചെയ്തത്. പിന്നെ നമ്മളെ വലിയൊരു ഇടി പൊട്ടി. ഇതിലില്ലാത്ത അണ്ടർസ്റ്റാൻഡ് വന്നപ്പോൾ ഇവിടെ ഉള്ള വില്ലേജസ് ഒക്കെ കാണാതായി. ഒറ്റയടിക്ക് ഒരെണ്ണത്തിന് കാണാതായി. ഒരെണ്ണം പോലും ഇവിടെ അല്ല. അതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കി. അവിടുത്തെ അതൊക്കെ പൊട്ടിച്ചാറ്റി. പിന്നെ ഇതിലുള്ള 2 വില്ലേജസ് സോംബി ആവുകയും ചെയ്തു. പിന്നെ നമ്മളിപ്പോൾ ബ്രീഡറൊന്നുമില്ല. ഒറ്റ വില്ലേജസ് പോലും ഇല്ല. എല്ലാ വില്ലേജസിനൊക്കെ കൊണ്ട് കൊടുക്കുന്നു. ഇപ്പോൾ ഈ 4 വില്ലേജസിന് എന്തൊക്കെ കാട്ടാൻ ആലോചിക്കുകയാണ് ഞാൻ. ചിലപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഏതെങ്കിലും 2 വില്ലേജസിനെ എടുത്തിട്ട് ഒരു 4 വില്ലേജസിനെയും കൂടി ബ്രീഡ് ചെയ്തിട്ട് തിരിച്ചതിനോടും ഒരു ബ്രീഡറൊന്നും വേണ്ടാക്കട്ടെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ 4 അയൻകുളം ഇവിടെ സ്പോൺ ആക്കേണ്ടത്. അപ്പോൾ ഞാൻ അതിൻ്റെ സെൻറ്ററിലൊരു അയൺ ഫാം കൂടി ഉണ്ടാക്കാമെന്ന് കരുതിന്, ഒരു മേക്ക അയൺ ഫാം. ഒരുപാട് ട്രൈ ചെയ്തു, പക്ഷേ വർക്കാവണില്ല. അതുകൊണ്ട് ഇവിടെ ഇത് ഫുള്ള് ഗ്ലാസ് കിട്ടി. ഇവിടെ ഫുള്ള് ഗ്ലാസ് ഉണ്ട്. ഗ്ലാസ് കൊണ്ട് ഫുള്ള് മൂടി. ആ ഗ്ലാസ്സൊക്കെ പൊട്ടിച്ച് പറ്റിയിട്ട് എന്നിട്ട് ഇവിടെ സ്പോൺ ആവശ്യമുള്ള രീതിയിൽ ഒക്കെ സെറ്റാക്കി. അപ്പോൾ അതൊക്കെ വെറുതായി. കുറേ ടൈം അങ്ങനെയാണ് പോയത്. അപ്പോൾ ഈ എപ്പിസോഡ് അറിയണത് ഇപ്പം തന്നെ ഒരുപാട് നേരമായി. വർത്തനം പറഞ്ഞാൽ കുറേ ടൈമായിട്ട് പോയില്ലേ. അപ്പോൾ ഈ എപ്പിസോഡ് അറിയണത് നമുക്കൊരു ട്രീ ഫാം സെറ്റ് ചെയ്യാണ് പരിപാടി. നമുക്ക് ഉടനെ തന്നെ ഒരു ബേസൊക്കെ ഉണ്ടാക്കണം. അതിന് വേണ്ടി ഒരു ട്രീ ഫാം ഇപ്പോൾ തന്നെ സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അതിനുള്ള
റിസോഴ്സസുകളൊക്കെ ഇനി കളക്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. കണ്ടോ നമ്മളെന്തായാലും വേണ്ട ഏകദേശ സാധനങ്ങളൊക്കെ ഒപ്പിച്ചിക്കണേ. പിന്നെ അധികം സാമഗ്രികളൊന്നും വേണ്ട. അത് ആവശ്യമില്ല. ഇതൊന്നും വേണ്ട, ഇത്രയൊന്നും വേണ്ട. ഞാൻ അവിടെ എല്ലാം കണ്ടെടുത്ത് പോകുന്നുള്ളൂ. ഞാനത് കുറേ ഡീപ് സ്ലേറ്റ് മൈൻ ചെയ്യാൻ പോയി. മറ്റേ മെഗാൻ ഫാം ഉണ്ടാക്കാൻ നിന്നില്ല അതിനായിട്ട് എനിക്ക് ട്രേഡ് ഹാളിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിൽ അപ്പം ഉണ്ടാക്കിയ ബ്രിക്സാളും പിന്നെ അപ്പം ഉണ്ടാക്കിയ ഹോപ്പേഴ്സൊക്കെ ഹോപ്പേഴ്സും ഇതൊക്കെ എടുത്താണ്ട് പോയി ഇവിടെ ഉണ്ടാക്കാം. ഇനി ഇവിടെ എങ്ങനെയാണെന്നറിയോ, ഇവിടെ മറ്റേ ഓട്ടോമാറ്റിക് കാൻ ഫാം അല്ല, അത് ഇച്ചിരി ഇവിടെ സിമ്പിളാക്കിയാണ്ട് ഉണ്ടാക്കാൻ പറ്റുക. എന്താ ഫാം ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഓട്ടോമാറ്റിക് ഒന്നും നമുക്ക് ഉണ്ടാക്കാൻ ഇപ്പോൾ പറ്റില്ല, കഴിയൂല. പിന്നെ മാത്രമല്ല നമുക്ക് ഈ 4 സാമ്പിളിങ് വെച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല ഓട്ടോമാറ്റിക്. മറ്റേ ഓക്ക് ട്രീയില്ലേ, അതുകൊണ്ട് പറ്റണേ ഉള്ളൂ ഓട്ടോമാറ്റിക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് തന്നെ ആ പിസ്റ്റോണ്ട് തള്ളി ഒരു ക്യൂബ് പോലെ ആക്കിയാണ്ട് നമ്മളെ മാനുവലായിട്ട് തന്നെ നമ്മൾ മൈൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അതും തന്നെ ഈ 4 പറ്റില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് മാനുവലായിട്ട് തന്നെ കണ്ട് ഉണ്ടാക്കി വെക്കുകയാണ് ഇവിടെ. അതാ ഞാനെന്ത് ചെയ്തിട്ടില്ല, ഏത് ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിട്ട് ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. ഞാൻ എന്തായാലും ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിട്ട് ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെച്ചിട്ട് അതിന് കുറച്ച് സ്ലാബ് ഉണ്ടാക്കാം. സ്ലാബ് മാറ്റിപ്പോൾ ഇനി ഒരു 10x10 ഇതുണ്ടാക്കാം, ക്യൂബ് പോലെ. തോന്നണ്ട, നമുക്ക് ആദ്യം കടന്ന് നീശാം. കട്ടിലൊക്കെ മാറിക്കണേ, ഇപ്പോൾ കടക്കൊക്കെ മാറിയിട്ടുണ്ട്. മറ്റത്തെ കടക്കൊക്കെ കണ്ടോ എന്തൊക്കെയോ വന്നിട്ടുണ്ട്. ജലബി അതൊക്കെ വന്നു മറ്റില്ലെങ്കിൽ അതിപ്പോൾ തൽക്കാലം കഴിഞ്ഞ് പുറത്തൊക്കെ സാപ്ലിംഗ് ഒക്കെ. ഇപ്പോൾ ഇതെന്താ അറിയോ, ഈ സാപ്ലിംഗ് ഒക്കെ നമ്മൾ പിന്നെ പെറുക്കാൻ നിൽക്കണം. അത് ഇതാകാൻ വേണ്ടി കാത്ത് ഇങ്ങനെ നിൽക്കണം. അതിന് മടിച്ചിട്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലാവുണ്ടാവും. കറക്റ്റ് സെൻറ്ററിൽ ഈ സെൻറ്ററിൽ 4 ഹോപ്പർ വെക്കണം. ആദ്യം കറക്റ്റ് 4 ഹോപ്പർ കൂടി 3 ഹോപ്പർ കൂടി വെക്കണം അവിടെ. അപ്പോഴത്തേക്ക് എന്തെങ്കിലും ഹോപ്പർ നോക്കിയിട്ട് ഇപ്പം നോക്കിക്കുക കോപ്പി കറക്റ്റ് ഇങ്ങനെ കിട്ടും. ഇനി എന്താ വെച്ചാൽ ഇവിടെ ഒരു ടെമ്പററി ക്ലോക്ക് വെച്ചിട്ട് ഒന്നുകൂടി അതിൽ കയറിയിട്ട് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ മതി. അതിന് ശേഷം ഇതൊക്കെ പൊട്ടിച്ചേക്കാം. അതിന് ശേഷം ഇവിടെ വെക്കുക, പൊട്ടിച്ച് മാറ്റുക. എന്നിട്ട് സാപ്ലിങ് ഇവിടെ കൊണ്ടുവന്ന് നടുക, ബോൺമേൽ ചെയ്യുക, വളർത്തുക. പിന്നെ നമുക്ക് ഇവിടെ ഒരു വാട്ടർ എലിവേറ്റർ കൂടി സെറ്റ് ചെയ്യണം. അതിന് സ്ക്രൂസിന് എത്രത്തോളം ഹൈറ്റ് വരും അത് നോക്കണമല്ലോ ആദ്യം. ഒരുപാട് വളർത്തിന്ന് 98, അത് നമുക്കൊരു 100 ആക്കാം. ഓക്കെ, അപ്പോൾ ഇത് പൊട്ടിച്ച് മാറ്റണം. അത് സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ഞാൻ മേലത്തെട്ട് എത്തിച്ചിട്ട് 100 വരെ
കൊടുത്തിട്ട് ഓക്കെ. അപ്പം എങ്ങനെ അടിയുക പിന്നെ കേസ് നമ്മൾ ഈ ടെക്സ്ചർ പാക്ക് ഇട്ടിന് ശേഷം ഇത് കണ്ടോ മൗസൊക്കെ ഒന്ന് തിളങ്ങി നിൽക്കണത് ഒക്കെ തിളങ്ങി കണ്ടോ. ഇപ്പോൾ എന്താ ഷീപ്പാക്കൊക്കെ വൈറ്റ് കളറിൽ നമുക്കിനി അടിയിൽ സോൾസ് ആൻഡ് ടച്ചിന് ശേഷം കെൽപ്പ് ഒപ്പിച്ചാൽ കെൽപ്പ് ഒന്ന് ഒപ്പിച്ചാൽ ഇതിലൊന്നും ഉണ്ടാവില്ല. അതൊക്കെ ചെറിയ റിബറാണ്. പിന്നെ അല്ലെങ്കിൽ ഓരോ ബക്കറ്റ് ഇങ്ങനെ ഒഴിച്ച് ഫോട്ടോ ഒരുപാട് വേണ്ടേ. അയ്യോ ഇച്ചിരി റിസ്ക്കാണ് ഇപ്പോൾ ഇവിടെ നിന്നിട്ടും കാര്യം. ഞാൻ സ്കെലിട്ടും പോണില്ലല്ലോ അവിടെ നിന്ന്. അങ്ങനെ അങ്ങോട്ട് കയറി ഫുഡ് അയച്ചിട്ടാണ് കടന്നിട്ട് കടക്കാതെ ഒരു ബെഡ് മൊക്കെ അടിയാലോ. വേണ്ട. ഓക്കെ. പെട്ടെന്ന് രാവിലെ ഓൻ്റെ ഹെൽത്ത് പോകണമൊക്കെ അതേപോലെ ഇങ്ങനെ കാണിച്ചു തരും ചെയ്യും. നൈസായി വരുമ്പോൾ ഇനി വാട്ടർ ഒക്കെയാണ് ഇവിടെ പിന്നെ രണ്ട് മറ്റേ സംഭവം നമുക്ക് വെക്കാം. അതിനാദ്യം സോൾസാണ്ട് ഒപ്പിച്ചാൽ വേണ്ടി പിന്നെ എതിർക്കണ്ടേ. അയ്യോ ഇങ്ങനത്തെ പേടിക്കണം. ഞാൻ കുറേ ദിവസം അതിന് എതിർക്ക് പോയിട്ട് അവിടെ ഇതൊക്കെ മറന്നു. ഞാനിപ്പോൾ ഒരു പെട്ടി ഉണ്ടാക്കി വെച്ചാൽ മാത്രം ഓർമ്മയുണ്ട്. ലാസ്റ്റ് കയറിയത് കൊണ്ട് ആ ലാവ് എടുക്കാൻ പോയതാണ്. പുറത്തത് വരുന്നത്. അയ്യോ കള്ളപ്പെട്ടു പെട്ടോ കണ്ടോ. എടാ ഇങ്ങനെ ചത്ത് ഞാൻ അപ്പോൾ അതൊക്കെ എങ്ങനെയാടാ. അതാണ് അവിടേക്ക് പോകണം എന്നെ പേടി. പിക്കിളിനത്ര പിക്കിളിൻ്റെ ഒക്കെ ഉണ്ട്. ഞാൻ അപ്പോൾ മറ്റേ കയ്യെ പിടിച്ചില്ലേ എന്താ അതിൻ്റെ പേര് ആ കണ്ടോ. ഇത് കച്ചി പിടിച്ചിട്ട് ചത്തറ ഇരുന്നീനും ഇതെങ്ങോട്ട് പോകത്ത്. ഇതാദ്യം കിട്ടിയോ എന്തൊക്കെ പോയിക്കണം. ഒന്നിട്ടാൽ മതി. പക്ഷെ നമുക്കിപ്പോൾ നമുക്ക് നമ്മളെ പണിയാൻ പറ്റും. നമുക്ക് വേണ്ട സാധനം തന്നെ നമുക്ക് കിട്ടിയത്. പേര് ശാപത്തുങ്ങൾ എന്തറത് ഇതെത്തറ ഒരു ഉമാര് കുറച്ച് കഴിഞ്ഞാൽ മറ്റേ പിഗ്ലിൻസ് ആവൂലേ. ഉമാർ അത്ര ഡേഞ്ചറല്ല. പോലെ കൊല്ലണം. ഇതിൻ്റെ സാധനങ്ങളൊക്കെ കൊല്ലണം. ശരിയാവില്ല. നമ്മൾ ഇവിടെ ഇങ്ങനെ വലിയ എന്താ പരിപാടി വെച്ചാൽ ആദ്യം ഈ സോൾസാൻ്റെ അടുത്ത് മാറിയിട്ടൊന്നും ഇവിടെ വെച്ചതിന് ശേഷം ഓരോ ബക്കറ്റ് വെള്ളം
അതൊക്കെ മാറ്റി ക്രീപ്പർ ശല്യമായിട്ടോ. ഇനി എന്താ വെച്ചാൽ ഇനി ആ ഇതൊക്കെയാണ്ട് ഇവിടെ ഒന്ന് നോക്കാം. പെട്ടെന്ന് ഇവിടെ വെച്ചാൽ കണ്ട നമ്മളതിനുള്ളിൽ വരെ അങ്ങനെ തുള്ളി കളിക്കും. അപ്പോൾ ഇനി ഇതിങ്ങനെ ശരി പണിയാവും ഒരാളെ ശരി എന്തോ ശരിയാണ്. ഇനിയുണ്ടല്ലോ ഇങ്ങനെ ശരിയാവില്ല. എന്താ പിന്നെ ഇത് കാട്ടുക? അതിൽ എന്താ പറയുക അധികമൊന്നും ആയൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ. ഇങ്ങനെ എടുക്കേണ്ടി വരുമല്ലേ? ഇതേപോലെ ഞാനേ എല്ലാം ആക്കിയിട്ട് നിങ്ങളെ അറിയിക്കാം. ഇനി ഒരുപാട് കുറച്ചൊക്കെ പരിപാടി ഉണ്ടായിട്ടുണ്ട്. 10-11 ബക്കറ്റ് ഉണ്ടായതുകൊണ്ട് 3-4 പ്രാവശ്യം എന്തോ പോകേണ്ട വന്നിട്ടുള്ളൂ. വണ്ടിയൊക്കെ പോയി നമുക്ക് കണ്ടു വന്നിട്ടുള്ളൂ. പിന്നെ ഇത്ര ഒന്നേ ഉള്ളൂ നമ്മളിപ്പോഴത്തെ പരിപാടി. ഇനി പറഞ്ഞാൽ ട്രീ സെറ്റ് ചെയ്യണം. അടിയിൽ ആദ്യം ഒന്ന് പോയി കടന്നാൽ മതി. സ്പേസിനോട് ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് പറ്റൂല എന്ന് കൂടിയാണ് പറയാനുണ്ടാക്കി. അരിയും ഇപ്പോൾ ഓനെപ്പോഴാണ് കൊടുക്കുന്നത്? എത്ര പെട്ടെന്ന് വളർന്നോ? നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആക്സ് ഉണ്ടോ കയ്യിൽ? അയ്യോ ആക്സ് പൊട്ടിയിട്ട് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയില്ല. എത്ര ഇവിടെ കഴിഞ്ഞിട്ട് നമ്മളെ വാട്ടർ കേട്ടിട്ടില്ല. സ്വീറ്റ് യെസ് ഇവിടെ വരിക. ഓ ഇത്രയും നീളം ഉണ്ടല്ലേ? നല്ല ഹൈറ്റായപ്പോ നല്ല ഹൈറ്റായല്ലോ. ഇത്രയും ഹൈറ്റ് മറ്റേതൊക്കെ ഇതിലാറുണ്ടായിരുന്നു. ആയിരത്തിലൊക്കെ നമ്മളത് എന്തായാലും കംപ്ലീറ്റ് ചെയ്ത് പോകും. ഇനി എന്താ പറയുക, ഇനി ഇതേപോലെ ഇങ്ങനെ നാടിച്ച് ഇങ്ങനെ വെട്ടിപ്പോയാൽ മതി. മറ്റേതൊരു സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് ഇതേപോലെ ഒന്നും ഉണ്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മളെന്തിനാ അതേപോലെ വെള്ളം ഒഴിച്ചതെന്ന് വെച്ചാൽ ഇതിൻ്റെ സാപ്പിങ്സൊക്കെ നമ്മളിത് ചാർജ് ഇങ്ങനെ കാണിക്കണം. ഇത് എപ്പോഴാണ് വരിക ഇങ്ങനെ നോക്കി ഇങ്ങനെ വെക്കണം ബസ്സിനകത്ത് വരെ. അപ്പോൾ ഇതിങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സാപ്ലിങ്സൊക്കെ നമ്മളാ ചെസ്റ്റ് വെച്ചില്ലേ ഇക്കടെ വന്നിരിക്കും. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടായി നോക്കിക്കോളി. പിന്നെ നമ്മളെ ബെഡ്റോക്ക് എഡിഷനിൽ TNT ഡൂപ്പിങ്ങൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓട്ടോമേറ്റ് ചെയ്യാനൊന്നും ഇത് പറ്റില്ല. അപ്പോൾ മാനുവലായിട്ട് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും ബെസ്റ്റാണെന്ന് വെച്ചാൽ തോന്നുന്നത് ഇപ്പം എന്താ വെച്ചാൽ ഒരു കുഴപ്പം തോന്നുന്നത് വെച്ചാൽ നമ്മളാ സംഭവം ഉണ്ടല്ലോ ഈ ഇത് ചുറ്റോറ വെച്ചാൽ ഈ ബോർഡറില്ലേ അത് കുറച്ചുകൂടി വലുതാക്കണം തോന്നുന്നു. 3-4
ബ്ലോക്ക് മേഘം ബ്ലോക്ക് പോയി ഇപ്പോഴും ഇവിടെ നിന്ന് പോയില്ലേ. അപ്പോൾ നമ്മളെ ട്രീ ഫാമിൻ്റെ പരിപാടി ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വെച്ചുകൊണ്ട് അതിൻ്റെ നമ്മളൊരു കാര്യം കൂടി ചെയ്തു പറഞ്ഞില്ലേ, നമ്മൾ അയൺ ഫാമിൽ എത്ര അയൺ വന്നെടുക്കേണ്ടത് നോക്കണം പറഞ്ഞു. ഇതൊക്കെ പൊട്ടിച്ചാട്ടണം, അതൊക്കെ ഞാൻ അങ്ങോട്ടാക്കണം. ഇതൊക്കെ പൊട്ടിച്ചാട്ടം വയ്ക്കട്ടെ. ഇവിടെ ഒരു വൃത്തിഹീനമായി കിടക്കുന്നുണ്ട്. ശരിയാണ്. ഇപ്പം നമ്മൾ ഒരു അരമണിക്കൂറായിട്ടില്ല, ഏകദേശം ടൈമിൽ ആയി 1.5 സ്റ്റാക്ക് പോലും ഇല്ല. തീരെ വർക്കിങ്ങില്ല ഗൈസ്. കുഴപ്പമില്ല. ഞാൻ അവിടെ FK ഒരുപാട് നേരം FK. ഞാൻ ഇന്നലെ രാത്രി FK വെച്ചിട്ട് ഇന്ന് രാവിലെ ഫോൺ എടുത്ത് നോക്കി, ഫോൺ സ്വിച്ച് ഓഫ് ആയി കിടക്കിയിരുന്നു. കാരണം 20% FK വെച്ചപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു മണിക്കൂറൊക്കെ നിന്നിട്ടുണ്ടാവുള്ളൂ ചിലപ്പോൾ. പോയോ? പോയി ഗൈസ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇതേപോലെ ഞാൻ കുറേ ഓഫ്ലൈൻ ആയതുകൊണ്ട് കുറേ ഗ്രൈൻഡ് ചെയ്തു, ഒരുപാട് വുഡ് ഒപ്പിച്ചിട്ട്. കാരണം എമറോൾഡ് ഒപ്പിച്ചാനൊക്കെ ഒരു വഴിയാണിത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ഗൈസ്. അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.